ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമെന്നുള്ളൊരു റെസിപ്പി തന്നെയാണ്. ഇത് കുതിർത്ത ചെറുപയറാണ്. ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റി വെച്ചിരിക്കുന്ന ചെറുപയർ, അതുകൊണ്ടൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. ചെറുപയർ കുതിർത്ത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. ഇത്രയും വെള്ളം മതി. പ്രഷർ കുക്കറിലൊക്കെ വേവിച്ചാൽ വെന്ത് കുഴഞ്ഞു പോകും. കുതിർക്കാതെയാണ് ചെറുപയർ തോരനുണ്ടാക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കാം. കഴുകി പ്രഷർ കുക്കറിലിട്ട് 2 വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഇതിപ്പം പ്രഷർ കുക്കറിലിട്ട് കുഴഞ്ഞു പോകും. അതുകൊണ്ട് അടുപ്പിൽ വെച്ച് ഇതൊന്ന് വേവിക്കാം. അടുപ്പിൽ വച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കല്ലുപ്പും കൂടി ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് വേവിക്കാം. ചെറുപയർ വേവുന്ന സമയത്ത് ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 മുറി തേങ്ങ തിരുമിയത് മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1 വറ്റൽ മുളക്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ 2-3 അല്ലി ചെറിയ ഉള്ളി ഇത് ഇട്ട് കൊടുത്തു. 1 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇതിനി ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. ചതച്ച് എടുക്കാറാവുമ്പോൾ 1 തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കണം. മുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇപ്പോൾ ചെറുപയറൊക്കെ ഇവിടെ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എന്നാൽ വെന്ത് ഉടഞ്ഞിട്ടും ഇല്ല. കണ്ടോ, നല്ല ഒരു പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. തേങ്ങയും മഞ്ഞൾപ്പൊടിയും വറ്റൽമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ജീരകവും എല്ലാം കൂടി അരച്ച അരപ്പാണ്. അതിട്ട് കൊടുക്കാം. പയറായതുകൊണ്ട് തന്നെ വെളുത്തുള്ളി കൂടുതൽ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വയറൊക്കെ പെരുകും, ഗ്യാസ് കയറും. പയർ കഴിക്കുമ്പോൾ ചിലർക്കൊക്കെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇനി മിക്സ് ചെയ്ത് ഈ അരപ്പൊക്കെ ഒന്ന് ചൂടായി വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. താളിക്കാൻ വേണ്ടി ഞാനൊരു 2 ചുമന്നുള്ളി അരിഞ്ഞത് ഈ ചട്ടിയുടെ ഒരു അറ്റത്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കുക. ഇപ്പം വെളിച്ചെണ്ണയൊക്കെ ചൂടായി, കടുകിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തത്. കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ ഈ ചുമന്നുള്ളി അതിലോട്ട് ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി അതിൻ്റെ നീരൊക്കെ വറ്റി അങ്ങനെ ഇരുന്ന ചുമന്നുള്ളിയാണ്. ഇതിലേക്ക് 2 വറ്റൽ മുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ചുമന്ന് തുടങ്ങി. അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. ഇനി തീ അണച്ചു കൊടുക്കാം. തീ അണച്ചു കൊടുത്ത് കറിയിലേക്ക് ഇനി താളിച്ചത് ഈ തോരനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാച്ചിലേഴ്സിന് വരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കറിയാണിത്. വേറെ വലിയ ഇതൊന്നുമില്ല, പെട്ടെന്ന് തയ്യാറാക്കാം.
കുട്ടികളൊക്കെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുമ്പോൾ അവർക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പോഷക മൂല്യമുള്ള ഒരു തോരനാണ് ചെറുപയർ തോരൻ. എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്യണം. ഉണ്ടോ, ഇപ്പം ഭയങ്കര സ്വാദായി. ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ താളിപ്പ് വേണ്ട, അല്ലാതെ തന്നെ നല്ല സ്വാദാണ്. കഞ്ഞീരുടെ കഴിക്കാൻ ഏറ്റവും സൂപ്പറാണ്. ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ ഇത് മാത്രം മതി. ചോറിൽ നല്ല ചമ്പാവരി ചോറിൽ ഇട്ട് കുഴച്ച് തിന്നാൻ ഇത് മതി.